ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങും. കോൺഗ്രസ് സർക്കാർ ഏകോപന സമിതിയിലെ 11-1 അനുപാതത്തിന് പിന്നിൽ എന്താണ് പ്രധാന വാർത്തകൾ? ബാർ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ തർക്കം തുടരുന്നു. ബാറുകൾ പൂട്ടിയതുകൊണ്ട് ഗുണഫലമുണ്ടായെന്ന വി എം സുധീരൻ. തന്റെ പിൻബലം ജനപിന്തുണ. പ്രസക്തമായത് തന്റെ ഫോർമുലയെന്ന് രമേശ് ചെന്നിത്തല. വി ഡി സതീശന്റെയും കെ മാണിയുടെയും നിലപാട് പ്രായോഗികമെന്ന് കെ മുരളീധരൻ. അഭിപ്രായം പറയുന്നവരെ മദ്യലോബിയുടെ വക്താക്കളാക്കുന്നത് ശരിയല്ല. മഹാരാഷ്ട്രയിലെ റോഹയിൽ തീവണ്ടി പാളം തെറ്റി 19 പേർ മരിച്ചു. 150ഓളം പേർക്ക് പരിക്ക്. പാളം തെറ്റിയത് എഞ്ചിനും 4 കോച്ചുകളും. നാളെ മുതൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് ബസ്സുടമകൾ പിന്മാറി. തീരുമാനം മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഉൾപ്പെട്ട ചർച്ചയെ തുടർന്ന്. ചർച്ചയ്ക്ക് ശേഷം ബസ്സുടമകളുടെ സംഘടനകൾ തമ്മിൽ കയ്യാങ്കളി. കണ്ണൂരിൽ ബസ് സമരം തുടരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ച് നരേന്ദ്രമോദിയുടെ പ്രസംഗം. മുതലാളിക്ക് വേണ്ടിയാണോ കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് മോദി. തനിക്കെതിരെ കേസെടുക്കാൻ കമ്മീഷനോട് മോദിയുടെ വെല്ലുവിളി. രഞ്ജിത്ത് മഹേശ്വരി ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ഉത്തേജക വിരുദ്ധ ഏജൻസി. ദേശീയ ഏജൻസി ഇക്കാര്യം സ്ഥിരീകരിച്ചു. രഞ്ജിത്ത് ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടില്ലെന്ന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും. ബാറുകൾ പൂട്ടിയതുകൊണ്ട് ഗുണഫലമുണ്ടായെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. സാധാരണക്കാർക്ക് വേണ്ടി നിലപാടെടുക്കുമ്പോൾ പ്രയാസമുണ്ടാകും. അത് കാര്യമാക്കുന്നില്ല. ജനങ്ങൾ തനിക്കൊപ്പമുണ്ട്. സ്ഥാപിത താൽപര്യക്കാർക്ക് എന്തും പറയാമെന്നും വി എം സുധീരൻ പ്രതികരിച്ചു. അത് ജനതാൽപര്യം സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. യു ഡി എഫിൽ കക്ഷികൾക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്. അപ്പോൾ അവരുമായി സംസാരിക്കും. അവരുമായി സംസാരിച്ച് ബാർ ലൈസൻസിന്റെ കാര്യത്തിൽ തന്റെ ഫോർമുലയാണ് ശരിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വി ഡി സതീശന് വ്യക്തിപരമായി അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. തന്റെ ഫോർമുല നടപ്പാക്കിയാൽ ഇനി 200 ബാറുകൾ കൂടി പൂട്ടേണ്ടി വരും. മദ്യത്തിന്റെ ലഭ്യത കുറച്ചുകൊണ്ടുവരികയാണെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു. ബാർ ലൈസൻസ് പ്രശ്നം പരിഹരിക്കാൻ കെ പി സി സി പ്രസിഡന്റ് മുൻകൈ എടുക്കണമെന്ന് കെ മുരളീധരൻ MLA. വി ഡി സതീശനും കെ മാണിയും പറഞ്ഞത് പ്രായോഗിക കാര്യങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ അഭിപ്രായം പറയുന്നവരെ മദ്യലോബിയുടെ വക്താക്കളാക്കുന്നത് ശരിയല്ലെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നയം എന്തെന്ന ചോദ്യത്തിന് മറുപടി പോലും പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൂട്ടിയ ബാറുകളെ ചൊല്ലിയുള്ള തർക്കം സംസ്ഥാന കോൺഗ്രസിൽ ആഭ്യന്തര കലഹമാകുന്നു. മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും തമ്മിൽ തുടങ്ങിയ തർക്കം ഏറ്റുപിടിക്കാൻ മറ്റ് നേതാക്കളും എത്തിയതോടെ ബാർ പ്രശ്നം തീർന്നാലും കോൺഗ്രസിലെ ചേരിതിരിവ് രൂക്ഷമാകും. എന്തിനൊറ്റപ്പെടുന്നു? കാരണം ജനങ്ങളിൽ നിന്നും ഇത്ര പിന്തുണ വന്ന ഒരു സാഹചര്യം എൻ്റെ പൊതുജീവിതത്തിലുണ്ടായി. ഞാൻ പ്രതിച്ഛായയുടെ തടവുകാരനല്ല. പ്രതിച്ഛായയ്ക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്. ആ ഹിപ്പോക്രസി എനിക്കില്ല. പ്രതിച്ഛായ മാത്രം നോക്കിയാൽ പോരാ. സ്വന്തം പാർട്ടിയുടെ പ്രതിച്ഛായ, ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെയും കൂടി നമ്മൾ നോക്കണം. ചെന്നിത്തലയുടെ ഫോർമുലയും സുധീരന്റെ നിഷേധവും, വി ഡി സതീശൻ ഉന്നയിച്ച പ്രതിച്ഛായ സൃഷ്ടി വിവാദവും, താക്കോൽ സ്ഥാനത്തിരിക്കുന്നവർ പ്രായോഗിക നിലപാടെടുക്കണമെന്ന കെ മുരളീധരന്റെ പ്രസ്താവനയുമെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയം ചൂടുപിടിപ്പിക്കുകയാണ്. ഭരണപരമായ തീരുമാനങ്ങളിലുള്ള സുധീരന്റെ പിടിമുറുക്കൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുൾപ്പെടെയുള്ള മന്ത്രിമാരെയും തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നത്. സുധീരന്റെ ഈ ശൈലി അറിഞ്ഞുതന്നെയാണ് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് തടയാൻ ശ്രമിച്ചതും. ജി കാർത്തികേയൻ അല്ലെങ്കിൽ വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് പദവിയിലെത്തുമെന്ന് ഉറപ്പിച്ച ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു സുധീരന്റെ വരവ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടാൻ കഴിയാതിരുന്ന സുധീരൻ ബാർ പ്രശ്നത്തിൽ പിടിമുറുക്കി പതിവ് ശൈലിക്ക് തുടക്കമിട്ടു. തർക്കവിഷയം മദ്യമായതുകൊണ്ട് ആദ്യഘട്ടത്തിൽ സമവായപാത സ്വീകരിച്ച ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും സുധീരനെതിരെയുള്ള നീക്കത്തിന് വരും ദിവസങ്ങളിൽ മൂർച്ച കൂട്ടുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ നൽകുന്ന സൂചന. ഇരുവരുടെയും വിശ്വസ്തർ പരസ്യ പ്രസ്താവനയുമായി അരങ്ങ് കൊഴിപ്പിക്കുന്നത് ഈ നീക്കത്തിന്റെ മുന്നൊരുക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം നേതാക്കളുടെ പിന്തുണയില്ലെങ്കിലും ജനകീയ ശ്രദ്ധ കിട്ടുന്ന വിഷയം പാർട്ടിക്കുള്ളിലെ പോരാട്ടത്തിന് വീണുകിട്ടിയ ആത്മവിശ്വാസത്തിലാണ് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. ജയേഷ് രാഘവൻ, മീഡിയ 1, കൊച്ചി. കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി അബ്രഹാം എന്നിവർ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, വി ഡി സതീശൻ, ടി എൻ പ്രതാപൻ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക്. ഘട്ടം ഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരിക എന്നതാണ് യു ഡി എഫിൻ്റെ മദ്യനയം. ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷത്തെ മദ്യനയപ്രകാരം എത്ര ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും എത്രമാത്രം മദ്യ ഉപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒന്ന്. രണ്ടാമത്തെ ഒരു ചോദ്യം താങ്കളോട്, എന്തുകൊണ്ടാണ് ഓരോ വർഷവും മദ്യനയം രൂപപ്പെടുത്തുന്നത്? ഒരു സർക്കാരിന് 5 വർഷത്തേക്ക് ഒരു മദ്യനയം പോരെ? അല്ല, ഇത് പറഞ്ഞല്ലോ, യു ഡി എഫിൻ്റെ ഒരു മദ്യനയം സമ്പൂർണ്ണ മദ്യനിരോധനമാണ്. മദ്യനിരോധനം എന്ന് പറയുമ്പോൾ
മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുക, മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു നയമാണ്. ആ നയം പ്രാവർത്തികമാക്കാൻ അതിൻ്റേതായ കാലതാമസവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. ഇവിടെ 1996 ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് AK ആൻ്റണിയുടെ സർക്കാർ കേരളത്തിൽ ചാരായം നിരോധിച്ചത്. നിരോധിച്ചതിന് ശേഷം നമുക്കറിയാം എന്തെല്ലാം ഇതുണ്ടായെന്ന് പറഞ്ഞാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ നിന്ന് പുറത്തുപോയി. എന്നാൽ അധികാരം ഏറ്റെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ചാരായ നിരോധനം ശരിയായില്ല എന്ന് പറഞ്ഞ ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ആ ചാരായ നിരോധനം എടുത്തു കളയാമായിരുന്നു? ഒരിക്കലും അവർ അത് എടുത്തു കളഞ്ഞില്ല എന്നുള്ളത് ചാരായ നിരോധനം കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ചാരായ നിരോധനം എടുത്തു കളയാൻ ഇടതുപക്ഷ മുന്നണി പോലും തയ്യാറാകാമെന്നും. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം 3 സ്റ്റാർ ഹോട്ടലിനാണ് ബാർ കൊടുക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം അത് 4 സ്റ്റാർ ആക്കി, ഇപ്പോൾ 5 സ്റ്റാർ ആക്കി. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ 5 സ്റ്റാർ എന്ന് പറയുമ്പോൾ അത് ദേശീയ തലത്തിൽ അനുമതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ സംസ്ഥാനത്ത് അനുമതി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരില്ല. അപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകൾക്കല്ലാതെ ബാർ ലൈസൻസ് കൊടുക്കില്ല എന്നൊരു തീരുമാനം വരുമ്പോൾ പിന്നെ സ്വാഭാവികമായി താഴെത്തട്ടിൽ നിലവിലുള്ള ബാറുകളല്ലാതെ പുതിയ ബാറുകൾ അനുവദിക്കപ്പെടുന്നില്ല. മാത്രമല്ല ഈ ഗവൺമെൻറ് ഒരൊറ്റ ബിവറേജിൻ്റെ ഔട്ട്ലെറ്റ് പോലും തുറന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്ര കണ്ട് മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ആളുകളുടെ മദ്യപാന ശീലം, മദ്യത്തോടുള്ള ഒരു വിരക്തി വന്നെങ്കിൽ മാത്രമേ ഈ മദ്യപാന ശീലം കുറയ്ക്കാൻ പറ്റൂ. അപ്പം ആത്യന്തികമായ ലക്ഷ്യം പിന്നെ മദ്യ നിരോധനമാണെങ്കിലും മദ്യവർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ പ്രേരണ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ, മദ്യാസക്തി കുറച്ചു കൊണ്ടുവരാൻ അവബോധം വളർത്തിയെടുക്കുന്ന നടപടിക്രമങ്ങളുമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട സംഘടനകളും ഗവൺമെൻറ്റും മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ഈ വിപത്തിനെക്കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ ബോധ്യമുള്ള ആളാണ്. കാരണം അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹക സമിതി യോഗത്തിലാണ് ആദ്യമായി പറഞ്ഞത് മദ്യത്തിൽ നിന്നുള്ള വരുമാനം ഈ ഗവൺമെൻറ് ഒരു പ്രശ്നമേ അല്ല. കാരണം മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 4 ഇരട്ടി മദ്യവിപത്ത് മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. വി ഡി സതീശനുണ്ട് ടെലിഫോൺ ലൈനിൽ. വി ഡി സതീശൻ, ഇവിടെ മദ്യനയം വർഷാവർഷം രൂപപ്പെടുത്തുന്നു. ഈ വർഷത്തെ മദ്യനയം രൂപപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ കഴിഞ്ഞില്ല. ഇനി ഈ മാസം 20-ന് ഒരു നയം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുകയും വേണം. മുൻകാലങ്ങളിൽ നടത്തിയ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യ ഉപഭോഗം കുറഞ്ഞതായ ഒരു വിലയിരുത്തൽ UDF-നുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് വർഷാവർഷം ഒരു മദ്യനയം? ഒരു സർക്കാരിന് 5 കൊല്ലത്തേക്ക് ഒരു മദ്യനയം പോരെ? മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി താങ്കളോട്, ബാറുകളുടെ നിയന്ത്രണത്തിലൂടെയാണോ മദ്യം ഘട്ടം ഘട്ടമായി കുറയ്ക്കാൻ സാധിക്കുക? ബിവറേജസ് ഔട്ട്ലെറ്റുകൾ വഴിയല്ലേ മദ്യം ധാരാളമായി പുറത്തേക്ക് ഒഴുകുന്നത്? വളരെ ഫലപ്രദമായ ഒരു മദ്യനയം ആവിഷ്കരിക്കാൻ UDF ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ 3 കൊല്ലമായി. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മദ്യനിരോധനം ആത്മീയമായ ലക്ഷ്യമാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം കൊണ്ടുവരുന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് ഒരേ സമയത്ത് മദ്യത്തിന്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരികയും മദ്യവർജനത്തിന് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നടപടി. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ബിവറേജ് ഔട്ട്ലെറ്റ് പോലും തുടങ്ങരുത് ഇനി പുതിയതായി എന്ന് ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. ഒന്നും തുടങ്ങിയില്ല. കൂടുതൽ പോലെ ബാറുകൾ കേരളത്തിൽ വരികയാണ്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ആദ്യം 3 സ്റ്റാർ മാത്രമാക്കി, പിന്നീട് കഴിഞ്ഞ മാർച്ച് 31 വരെ 4 സ്റ്റാർ മാത്രമാക്കി, ഇനി 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് വേണ്ടി മാത്രം. ഇപ്പോൾ ഒരു വർഷം കൂടി വന്നാൽ 3-4 ബാറുകൾ മാത്രമാണ് തുടങ്ങാൻ സാധ്യത. അതിനുള്ള സാധ്യതകൾ പോലും വിരളമാണ് കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ ഇപ്പോൾ ഉള്ളതിന്റെ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തുകയും അതേ അവസരത്തിൽ ഇപ്പോൾ ഗവൺമെന്റിന് മറ്റൊരവസരം വന്നിരിക്കുന്നു. സുപ്രീം കോടതി വിധിയോടുകൂടി കേരളത്തിലെ 418 ബാറുകൾ പരിശോധിക്കുന്നതിനുള്ള ഒരു അവസരം പരിശോധിക്കാൻ ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ 418 ബാറുകളും അടഞ്ഞു കിടക്കുകയാണ്. ഇതിൽ തന്നെ ഗവൺമെന്റ് കഴിഞ്ഞ 10-20 വർഷക്കാലമായി ആവശ്യപ്പെടുന്നു മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ. വളരെ കുറച്ച് ബാറുകൾ മാത്രമാണ് ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ബാറുകളടക്കം അടഞ്ഞു കിടക്കുന്നുണ്ട്. അതേ അവസരത്തിൽ ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുത്ത 316ഓളം ബാറുകളിൽ ധാരാളം ബാറുകൾ ഒരു നിലവാരമില്ലാത്ത ബാറുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 418 എന്നുള്ള ലിസ്റ്റും ഈ 316 ലിസ്റ്റും ഒന്നും നോക്കണ്ട. മൊത്തത്തിലെ കേരളത്തിലെ ബാറുകൾ ഗവൺമെന്റ് ഒരു മാനദണ്ഡം വെച്ച് ഒരു പരിശോധന നടത്തി നിലവാരമില്ല. അവർക്ക് സമയമൊന്നും കൊടുക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. സമയമൊന്നും കൊടുക്കണ്ട, ഒരു സമയം അവർക്ക് കൂട്ടി കൊടുക്കണ്ട. കാരണം 21 കൊല്ലം അവർക്ക് കൊടുത്തതാണ്. സമയം കൊടുക്കണ്ട. അവർക്ക് പ്രൊവിഷണലായിട്ട് സർട്ടിഫിക്കറ്റും കൊടുക്കണ്ട.
നമ്മളൊരു മെക്കാനിസം ഉണ്ടാക്കി പരിശോധിച്ച് അതിൽ നിലവാരമില്ലാത്ത ബാറുകൾ മുഴുവൻ അടച്ചുപൂട്ടണം. ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു പരിശോധന നടത്തിയാൽ കേരളത്തിൽ 200-നും 300-നും ഇടയിലുള്ള ബാറുകൾ കൂടി നമുക്ക് അടച്ചുപൂട്ടിക്കാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായ ചില സംശയങ്ങൾ ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. കാരണം നിലവാരം പുതുക്കിയ ബാറുകൾക്ക് ലൈസൻസ് ലഭിച്ചിട്ടില്ല, അതേസമയം നിലവാരം പുതുക്കാത്ത ചില ബാറുകൾക്ക് ലൈസൻസ് അനുവദിക്കുകയും ചെയ്തു. ഇത് തന്നെ എക്സൈസ് വകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മയാണ്. മാത്രമല്ല, ഇത്തരം നടപടിക്രമങ്ങൾക്ക് മറ്റൊരു വായനയും സാധ്യമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും സാമ്പത്തികമായി ശക്തി ആർജിച്ചിട്ടുള്ള ഒരു ലോബിയാണ് മദ്യലോബി എന്ന് പറയുന്നത്. ഈ മദ്യലോബി ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ലോബിയിങ് നടത്തുകയും ചെയ്യുമ്പോൾ അഴിമതിക്കുള്ള അനന്ത സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസിലെ പല നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുലകളിലും തെളിഞ്ഞു കാണുന്നത്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ ഭാഗത്തിന്റെ ആദ്യത്തെ ഭാഗികമായി ഞാൻ യോജിക്കുന്ന ആദ്യ ഭാഗത്തോട്. കാരണം ഇപ്പോൾ പറയുന്ന ഈ 418 ലൈസൻസ് കൊടുക്കാത്ത 418 നല്ല ബാറുകളുണ്ട്. സർക്കാർ ആവശ്യപ്പെട്ടനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്ത ബാറുകളുണ്ട്. കുറച്ച് 60-65 ഒറ്റയാണെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള ബാറുകൾ മുഴുവൻ പലതും നിലവാരം ഇല്ലാത്ത ബാറുകളാണ്. അതേ അവസരത്തിൽ റിന്യൂ ചെയ്ത ബാറുകളിൽ ഏകദേശം 50-ലധികം ബാറുകൾ ഒരു നിലവാരമില്ലാത്ത ബാറുകളുണ്ട്. അപ്പൊ എന്തു വന്നാലും കേരളത്തിൽ ഇപ്പോ ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ വലിയൊരു അവസരം കിട്ടിയിരിക്കുന്നു. 700-ലധികം ബാറുകൾ ഉള്ളതിൽ ഒരു 200-നും 300-നും ഇടയിലുള്ള ബാറുകൾ അടച്ചുപൂട്ടിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കും. നിലവാരമില്ലാത്ത കർശനമായ നിബന്ധനകൾ വെച്ചുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് പൂർണ്ണമായി അത് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് പൂർണ്ണമായി വിട്ടുകൊടുത്താൽ അതിന് അഴിമതിക്കുള്ള സാധ്യതകൾ ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെന്റിന് പാർട്ടിയുമായി ആലോചിച്ച് ഏറ്റവും ഫലപ്രദമായ, ഞാൻ പറയുന്ന ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് കൂടി ഉണ്ടാകും എന്നുള്ള ഭയപ്പാടോടുകൂടി ഒരു മെക്കാനിസം, ഒരു കമ്മിറ്റി അതാത് ജില്ലകളിൽ ഇത് ചെയ്യണം. നേരത്തെ ഒരു നിർദ്ദേശം വന്നത് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലാണ്. സോഷ്യൽ ഓഡിറ്റിംഗ് വരും. ഇപ്പൊ എന്റെ ജില്ലയിൽ നിലവാരമില്ലാത്ത ഒരു ബാറിന് സ്വാധീനം ചെലുത്തി അതിനെ വാങ്ങിച്ചാൽ ഞാനത് ചോദ്യം ചെയ്യും. അപ്പൊ ജനപ്രതിനിധികളുടെ, ജനങ്ങളുടെ, സംഘടനകളുടെ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ കൂടി പിൻബലത്തോടു കൂടി കേരളത്തിലെ ബാറുകൾ, എല്ലാ ബാറുകളും പരിശോധിക്കുകയും നിലവാരമില്ലാത്ത എല്ലാ ബാറുകളും അടച്ചുപൂട്ടുകയും ചെയ്യണം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും ഇങ്ങനെ അബ്കാരി പോളിസി കൊണ്ടുവരുന്നതിൽ ഒരു പ്രായോഗികത ഇല്ലായ്മയുണ്ട്. വലിയ പ്രയാസമാണ്. അത് 5 കൊല്ലത്തേക്കല്ലെങ്കിലും ഒരു ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ഒരു അബ്കാരി പോളിസി കൊണ്ടുവരികയും ഏതെങ്കിലും ഇടയ്ക്ക് 5 കൊല്ലത്തേക്ക് ഇരുമ്പോലൊക്കെ പോലെ ഒരു പോളിസി വെക്കേണ്ട, ഏതെങ്കിലും കാരണവശാൽ അതിൽ എന്തെങ്കിലും ഒരു അമെന്റ്മെന്റ്, ആ അമെന്റ്മെന്റ് നടത്തുന്നതൊന്നും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാകരുത്. ആ അമെന്റ്മെന്റ് ഇടയ്ക്ക് കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം കൂടി കൊടുത്തുകൊണ്ട് ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു മദ്യനയമായിരിക്കും എപ്പോഴും നല്ലത്. വി ഡി സതീശൻ ദയവായി തുടരുക. സണ്ണിക്കുട്ടി അബ്രഹാം, ഇവിടെ വി ഡി സതീശൻ സൂചിപ്പിച്ചതുപോലെ വർഷാവർഷം മദ്യനയം കൊണ്ടുവരുന്നത്, ആ മദ്യനയം വർഷാവർഷം പുതുക്കി പുതിയ സ്ട്രാറ്റജി രൂപീകരിച്ച് മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയൊന്നുമല്ല. കാരണം പുതിയ മദ്യനയ പ്രകാരമായിരിക്കും ലൈസൻസ് പുതുക്കി നൽകുക. ഈ ലൈസൻസ് പുതുക്കി നൽകുക എന്ന പ്രക്രിയയിൽ അഴിമതിക്കുള്ള അനന്ത സാധ്യതകളുണ്ട്. ഇത് തന്നെയല്ലേ ഈ വർഷാവർഷം നയം രൂപീകരിക്കുന്നതിൻ്റെയും ഇപ്പം നയം വൈകുന്നതിൻ്റെയും കാരണം?